ഈ സഭയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണിത്. സാത്താന്യ വ്യാപാരങ്ങൾ സഭയ്ക്കെതിരെ ഉണ്ടാവും, അറ്റാക്കുകൾ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അധികമായി അതുണ്ടാകാതിരിക്കുകയില്ല. അപ്പം സാത്താന്യ സേവക്കാര് എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഷുവർ? എന്തിനാ വന്നേ? അവര് രാത്രിയിൽ ഒരു കുരിശുണ്ടാക്കി മലിന രക്തം അതിന്മേൽ ഒഴിച്ച് പുരുഷനും സ്ത്രീയും നഗ്നരായി നിന്നുകൊണ്ട് നൃത്തം ചെയ്ത് ഇതിനോട് തുപ്പും. ഇതാണ് സാത്താന്യ സേവ. അവരുടെ ഒരു പ്രത്യേക അടയാളം ഈ പനങ്കോല പോലെ തലമുടി നീട്ടും. അപ്പം അതാണ് അവരുടെ ഒരു ലക്ഷ്യം, ഒരു അടയാളം. അത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇത് വന്ന് പെന്തിക്കോസ്ത് സഭയ്ക്കകത്ത് കയറി. ആ പനങ്കോല, ഈ മഷ്റൂം കയറി. കഴിഞ്ഞ ദിവസം ഒരുത്തം പാടാൻ വന്നു, കിണുക്കാൻ വന്നിരിക്കുക, കർത്താവിന് വേണ്ടി പാടാനായിട്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. അവൻ അറിഞ്ഞിട്ടല്ല, സാത്താന്യ വ്യാപാരം. പനങ്കോല പോലെയോ തലയും മുടിയായിട്ട്, എന്നിട്ട് പാട്ട് കച്ചേരിക്കകത്ത് ഇവിടെ വന്ന് കയറും കേട്ടോ. ഒരൊറ്റ എണ്ണത്തിന് സഭയെ കയറ്റരുത്, ഒരൊറ്റ ഒരുത്തിന് സഭയെ കയറ്റരുത്. അതിന്റെ കാരണം പൈശാചിക വ്യാപാര ശക്തി സഭയിലേക്ക് കടത്താൻ കൊണ്ടിരുന്ന ഏജൻസാ.